ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതി ലൈഫിൽ വേണമെന്നുള്ള. സമയം നമ്മുടെ മിത്രമാകണമെങ്കിൽ നമ്മുടെ സമയത്തിന് സിസ്റ്റമാറ്റിക് ആക്കുക. നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു മാസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നോട്ട് ചെയ്ത് പോകാന്നുള്ള. മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിനകത്ത് നോട്ടുണ്ട്, അതിൽ നോട്ട് ചെയ്യും. അപ്പം നിങ്ങൾ 2 വീലർ ഓടിക്കുന്നുണ്ട്, ബൈക്ക് ഓടിക്കുന്നുണ്ട്, അത് എത്ര കിലോമീറ്റർ പോകുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം, നിങ്ങൾക്ക് കാണാണ്ടറിയാൻ പറ്റും. അതുപോലെ നിസ്സാരം തൊട്ട് വലിയതായ പല കാര്യങ്ങളും നിങ്ങൾ ഒരു ദിവസം കുത്തിരുന്ന് ചെയ്യണ്ട, പല ദിവസങ്ങളായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ നാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നാളെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. കാരണം യൂണിവേഴ്സ് സിസ്റ്റമാറ്റിക്കാണ്. രാത്രിയും പകലും ഉണ്ടാകണത് കൃത്യമായിട്ട് ഉണ്ടാകണില്ലേ? രാത്രിയും പകലും ഒരു ദിവസം നേരം വിളക്കാണ്ടിരിക്കണ്ട, എല്ലാ ദിവസവും നേരം വിളക്കാണ്ട്, അത്ര സിസ്റ്റമാറ്റിക്കാണ് പ്രകൃതി. നമ്മൊരു വിത്ത് നട്ടാൽ അതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ആ ടൈമിൽ കൃത്യമായിട്ട് വിത്ത് മുളക്കും, അതിനകത്ത് പഴങ്ങൾ കായ്ക്കും അല്ലെങ്കിൽ പച്ചക്കറികൾ കായ്ക്കും. അതിനൊരു കൃത്യമായിട്ട് പീരീഡ് ഉണ്ട്. 3 മാസം കഴിയുമ്പോൾ കായ്ക്കുന്നുണ്ട്, 1 വർഷം കഴിയുമ്പോൾ കായ്ക്കുന്നുണ്ട്, 2 കൊല്ലം കഴിയുമ്പോൾ കായ്ക്കുന്നുണ്ട്, 6 കൊല്ലം കഴിയുമ്പോൾ, അങ്ങനെ ഓരോന്നിനും ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട്. അതുപോലെ പ്രകൃതിയിൽ മഴയും വേനലും മാറി മാറി വരുന്നത് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു, സൂര്യനെയും വലയം വെക്കുന്നു. ഇത് കൃത്യമായിട്ട് നടക്കണില്ലേ? അത്രയും പ്രകൃതി സിസ്റ്റമാറ്റിക്കാണ്. മൃഗങ്ങൾ, ജീവജാലങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കാണ്. അത് രാവിലെ നമ്മൾ ചില കാട്ടുപ്രദേശത്ത് പോകുമ്പോൾ കണ്ടല്ലോ, രാവിലെ അതിൽ പോകരുത്, ആന ഇറങ്ങും. വൈകിട്ടും പോകരുത്, ആനയും പുലി ഇറങ്ങും. ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യണ കാര്യമാണെങ്കിൽ പറയണം. കാരണം അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് അവർ വെള്ളം കുടിക്കണ കാര്യം കൃത്യമായിട്ട് ചെയ്യണം. വെളുപ്പിനെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നു. പക്ഷെ മനുഷ്യൻ മാത്രം ഇത്രയും കഴിവുള്ള, ഇത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള പവറുള്ള മനുഷ്യർ മാത്രം ഭൂരിപക്ഷം പേര് സിസ്റ്റമാറ്റിക് അല്ലെന്നാണ്. അപ്പോൾ ആര് സിസ്റ്റമാറ്റിക് ആവുന്നുവോ, ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുവോ, അവരിലേക്ക് യൂണിവേഴ്സൽ പവർ ഒഴുകും. അവൻ്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ, അവൻ്റെ അച്ചീവ്മെൻറ്റ്സ് നേടാൻ, അല്ലെങ്കിൽ ലൈഫ് ഗോളിലോട്ട് എത്താനായിട്ട് യൂണിവേഴ്സൽ പവർ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി വരും. അങ്ങനെ യൂണിവേഴ്സൽ പവർ അനുകൂലമായി മാറുമ്പോഴാണ് സമയം നമ്മളുടെ മിത്രമാകുന്നത്. അപ്പോൾ സമയം മിത്രമാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ടൊരു ലൈഫ് പിന്തുടരുക എന്നുള്ളത്. എന്തായാലും എനിക്ക് വീഡിയോയിൽ വളരെയധികം ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാരും ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിൽ എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യണം. അതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് അയാൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കും. ഇത് കോമൺ ആയിട്ട് എനിക്ക് പറയാൻ വീഡിയോയിൽ ഇത്ര പരിമിതികളുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇന്നോട്ട് നിങ്ങളുടെ സമയം വേസ്റ്റാക്കാതെ കൃത്യനിഷ്ഠയുള്ളവരായി മാറണം. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയല്ലേ, ഇത് പറയാൻ പോയ കുറേ അധികം ഉണ്ട്. നമുക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടാകണം. നമുക്കൊരു കാര്യം ഒരു സ്ഥലത്ത് ഇത്ര മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ എത്താൻ പറ്റിയില്ലെങ്കിൽ മുൻകൂട്ടി വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് എത്തുക. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിലാണ് സമയം നമ്മളുടെ ശത്രുവാകാതെ മിത്രമാകുള്ളൂ. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.